ഉള്ള ഒരു ഒരു മനോഭാവമാണ് മിക്കവാറും ടാലന്റഡ് ആയിട്ടുള്ള വളരെ കാലിബറുള്ള മലയാളി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സിജി ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു അവയർനെസ് ഉണ്ടാക്കുക, ഇതിനെക്കുറിച്ച് എ ടു സെഡ് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, UPSC ആണ് സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത്. ഇന്ത്യയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന പരീക്ഷ എന്നുള്ള നിലക്ക് സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത് UPSC ആണ്. അപ്പോൾ സിവിൽ സർവീസിന്റെ പ്രാധാന്യവും പ്രത്യേകതകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്കറിയാം, ഏത് ഭരണകൂടം വന്നു കഴിഞ്ഞാലും അപ്പൊ അതില് നയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സിവിൽ സർവീസ് ഓഫീസർമാർ. അപ്പൊ നമുക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ രാജ്യത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ അധികാരവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് നടത്താനുള്ള, ഭരണത്തിന്റെ ഭാഗമാകാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഒരു മത്സര പരീക്ഷ അല്ലെങ്കിൽ ഒരു ജോലി എന്നതിനപ്പുറം നമുക്ക് രാജ്യത്തെ സേവിക്കാനുള്ള, രാജ്യത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരമാണ് സിവിൽ സർവീസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ അർത്ഥത്തിൽ സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് UPSC നടത്തുന്ന വ്യത്യസ്തമായ നിരവധി പരീക്ഷകളുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞിട്ട് നമുക്ക് സിവിൽ സർവീസിലേക്ക് വരാം. UPSCയുടെ പ്രത്യേകത, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഴുതാവുന്ന പരീക്ഷയുണ്ട്, ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഴുതാവുന്ന പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ PG കഴിഞ്ഞവർക്ക് എഴുതാവുന്ന പരീക്ഷകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ മാത്രം ഒന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, UPSCന്റെ ഒരു എക്സാം കലണ്ടർ 2025ന്റെ കലണ്ടർ വന്നു കഴിഞ്ഞു. എല്ലാ വർഷവും കലണ്ടർ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് മാത്രമല്ല, മറ്റേത് UPSC നടത്തുന്ന പരീക്ഷകളാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടത്തുന്ന അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ പരീക്ഷ എഴുതിയിട്ട് അഥവാ കിട്ടിയില്ലെങ്കിൽ 2026 പരീക്ഷ എഴുതിയിട്ട് നമുക്കതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തസ്തികയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ കൃത്യമായ കലണ്ടറോട് കൂടിയാണ് UPSC പരീക്ഷകൾ നടത്തുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഏത് മാസത്തിൽ വരും, അതിന്റെ ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ് എപ്പോഴാണ്, അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. +2കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരേ ഒരു മത്സര പരീക്ഷയാണ് UPSC നടത്തുന്ന NDA പരീക്ഷ. അതുമാത്രമാണ് +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ. മറ്റൊന്ന്, ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷ. ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ, UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ. അതേപോലെ തന്നെ സിവിൽ സർവീസിന്റെ കൂടെ തന്നെ നടത്തുന്ന മറ്റൊരു പരീക്ഷയാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പരീക്ഷ. ഇത് യോഗ്യതയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഡിഗ്രി ആണെങ്കിലും ചില സയൻസ് വിഷയങ്ങളിലുള്ള ഡിഗ്രിയും അതുപോലെ തന്നെ വെറ്റിനറി സയൻസിലുള്ള ഡിഗ്രി, BTech പോലെയുള്ള ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റും. ഇതും സിവിൽ സർവീസിന്റെ കൂടെ തന്നെയാണ് ഇതിന്റെ പ്രിലിമിനറി പരീക്ഷയും നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ സേനയിലേക്ക് ഓഫീസർ റാങ്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് CDSE പരീക്ഷ എഴുതിയിട്ട് നമുക്ക് UPSC വഴി അതിലേക്ക് വരാം. ഇനി അതുപോലെ തന്നെ BSF, CRPF, CISF തുടങ്ങിയ പാരാമിലിറ്ററി ഫോഴ്സിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് വരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് UPSCയുടെ CAPF പരീക്ഷ എഴുതിയിട്ട് വരാം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് വഴി ഇന്ത്യ ഗവൺമെന്റിന്റെ സർവീസിലേക്ക് വരാൻ സാധിക്കും. പിന്നെ മെഡിക്കൽ ബിരുദമുള്ളവരാണെങ്കിൽ MBBS കഴിഞ്ഞവർക്ക് UPSC നടത്തുന്ന പരീക്ഷ വഴി കേന്ദ്ര ഗവൺമെന്റ് സർവീസിലേക്ക് വരാൻ സാധിക്കും. മറ്റൊന്നുള്ളത്, PG കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയാണ്. അതിൽ MA എക്കണോമിക്സ് കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് IES പരീക്ഷ, ഇന്ത്യൻ എക്കണോമിക് സർവീസ് പരീക്ഷ. സ്റ്റാറ്റിസ്റ്റിക്സിൽ PG കഴിഞ്ഞവരാണെങ്കിൽ ISS പരീക്ഷ എഴുതിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലേക്ക് വരാം. അതുപോലെ തന്നെ ജിയോളജി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ UPSC പരീക്ഷ എഴുതി ജിയോ സയന്റിസ്റ്റ് ആയിട്ട് വരാം. കെമിസ്ട്രിയിലും ഫിസിക്സിലും PG കഴിഞ്ഞ കുട്ടികൾക്കും UPSC നടത്തുന്ന മത്സര പരീക്ഷകൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ +2 കഴിഞ്ഞാലും ഡിഗ്രി, പലതരത്തിലുള്ള വിഷയങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞാലും PG കഴിഞ്ഞാലും ഒക്കെ UPSC പലതരത്തിലുള്ള പരീക്ഷകൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് ഇനി അടുത്ത സിവിൽ സർവീസിലേക്ക് വരാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സിവിൽ സർവീസിന്റെ പ്രത്യേകതയും പ്രാധാന്യവും നമുക്കറിയാം. നമുക്ക് ജനത്തെ സേവിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ്. ഏറ്റവും ടോപ്പ് ലെവലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ വിവിധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഏത് മേഖലയിലും നമുക്ക് നമ്മുടെ രാജ്യ സേവനത്തിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ എത്താൻ പറ്റുന്നതാണ് സിവിൽ സർവീസിന്റെ പ്രത്യേകത എന്നുള്ളത്. അതിന്റെ കൃത്യമായിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമുക്കറിയാം, അതൊരു ദേശീയ തലത്തിലുള്ള സർവീസാണ്. നാഷണൽ ലെവൽ സർവീസ് ഓറിയന്റഡ് കോമ്പറ്റേറ്റീവ് എക്സാം ആണ്.
UPSC എല്ലാ വർഷവും ഈ പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ സിവിൽ സർവൻസ് ആർ ദി മാനേജേഴ്സ് ഓഫ് ദി ഗവൺമെന്റ് എന്നാണ് സാധാരണ പറയാറുള്ളത്. അതുപോലെ തന്നെ സിവിൽ സർവീസിൽ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവർ അണ്ടർ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ അണ്ടറിലാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നത്. ഇനി സിവിൽ സർവീസിന് കാര്യമായിട്ട് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. നമുക്കറിയാം IAS IPS പോലെയുള്ള ഓൾ ഇന്ത്യ സർവീസാണ്. പിന്നെ മറ്റുള്ളത് സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബി ആണുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓൾ ഇന്ത്യ സർവീസ് നമുക്കറിയാം ലാബിൾ ടു സെർവ് എനിവേർ ഇൻ ഇന്ത്യ ബോത്ത് സെന്റർ ആൻഡ് സ്റ്റേറ്റ്. അപ്പൊ ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. ഷാഹിദ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും നമ്മുടെ ചീഫ് ഗസ്റ്റ് ബഹുമാനപ്പെട്ട ഷാഹിദ് സർ IAS ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. കാരണം സിവിൽ സർവീസിൽ തന്നെ ഉള്ള ഒരാളാണ്, അതിലൂടെ എത്തിച്ചേർന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ശേഷം നമുക്ക് ഈ പ്രോഗ്രാം തുടരാം. ഓക്കെ, ഓവർ ടു ഷാഹിദ് സർ. ലാസ്റ്റ് പറഞ്ഞോളാം, കുഴപ്പമില്ല. അല്ല സർ, അദ്ദേഹം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ കൂടുതൽ സാറ് സംസാരിച്ചുള്ളൂ, അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. ഷാഹിദ് സർ. ഓക്കെ. സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ റമീസ് സർ? സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ടോ റമീസ് സർ? സ്ക്രീനിങ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഓവർ ടു ഷാഹിദ് സർ. ഓക്കെ. ഏതായാലും വളരെ നന്ദി നിങ്ങളുടെ ക്ലാസ്സിൽ പങ്കെടുക്കാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചതിൽ. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം സിവിൽ സർവീസിനെ അപേക്ഷിക്കുന്ന ഫ്രഷായ പുതിയ ആളുകളായിരിക്കും ഒരുപാട് ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർക്ക് സിവിൽ സർവീസിൻ്റെ ബേസിക്കുകളും എന്തൊക്കെയാണ് അത് സർവീസുകളും കാര്യങ്ങളൊക്കെ റമീസ് സാർ ഇവിടെ വിശദമായി സംസാരിക്കുന്നത് ഞാനും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അപ്പം എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ് ഭംഗിയായി കേൾക്കുകയും നിങ്ങളുടെ സംശയങ്ങൾ അദ്ദേഹവുമായിട്ട് കൂടുതൽ സംസാരിച്ച് ക്ലിയർ ആക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു തീർത്ഥയാത്ര പോലെയാണ്. നമ്മൾ ആദ്യം കുറേ പാതയങ്ങൾ, നമ്മുടെ കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ, അതിന് വേണ്ട ആവശ്യങ്ങളൊക്കെ ആദ്യമേ തന്നെ നമ്മൾ ഒരുക്കി വെക്കണം. ആ ഒരുക്കി വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സമയമാണ് നമ്മുടെ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത്. +2 കാലഘട്ടത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഡിഗ്രി കാലഘട്ടം അതിൻ്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എസ്സേ റൈറ്റിംഗ്. അപ്പൊ എസ്സേ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി സിവിൽ സർവീസിലെ മെയിൻസിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല മാർക്ക് നേടാവുന്ന മറ്റു വിദ്യാർത്ഥികളെക്കാളൊക്കെ, കാൻഡിഡേറ്റ്സിനേക്കാളൊക്കെ ഒരുപാട് മുന്നിൽ പോകാവുന്ന ഒരു സബ്ജക്റ്റാണ് എസ്സേ റൈറ്റിംഗ്. എസ്സേ റൈറ്റിംഗിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത, നമുക്കൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ചോദിക്കുന്ന UPSC ചോദിക്കുന്ന പല വിഷയ പാറ്റേണുകളും എന്ന് പറഞ്ഞാൽ വളരെ ഫിലോസഫിക്കലായ എസ്സേസ് ആണ്. അപ്പൊ ഈ ഫിലോസഫിക്കലായ എസ്സേകൾ നമുക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്യാപ്സ്യൂളുകളും ടിപ്സുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് നമ്മുടെ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ, പല തരത്തിലുള്ള വായനകളിലൂടെ നമ്മൾക്ക് വികസിപ്പിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങളുടെ ഡിഗ്രി കാലഘട്ടത്തിലുള്ള നിങ്ങളുടെ ഒരു ബേസ് വായന, വിവിധ പുസ്തകങ്ങളിലൂടെയുള്ള വായന, പത്രങ്ങളിലൂടെയുള്ള യാത്ര, അതേപോലെ തന്നെ വിവിധ ന്യൂസ് അനാലിസിസുകൾ കേൾക്കുമ്പോഴുള്ള നിങ്ങൾക്കുണ്ടാകുന്ന ചില വിചാരങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, പിന്നെ പലതരത്തിലുള്ള ഡിബേറ്റുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആകത്തുക, ഇതൊക്കെ കൂട്ടി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് നിങ്ങളുടെ എസ്സേ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഡിഗ്രി കാലഘട്ടത്തിൽ തന്നെ നമ്മൾ എസ്സേ എഴുതിയും പ്രാക്ടീസ് ചെയ്തും പുസ്തകങ്ങൾ വായിച്ചും ഒക്കെ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സംഗതിയാണ്.
അപ്പൊ ഇങ്ങനെയുള്ള കുറേ സംഗതികൾ സിവിൽ സർവീസിനുണ്ട്. ഇപ്പോ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. പല ചോദ്യങ്ങളും ചിലപ്പോൾ നമുക്ക് അറിയുന്നതായിരിക്കണം എന്നില്ല. 25 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നന്നായി പഠിക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ 15ഓളം ചോദ്യങ്ങളെ അറിയുകയുണ്ടാവുള്ളൂ. ബാക്കി ചോദ്യങ്ങൾ അറിയണമെന്നില്ല. അപ്പൊ അത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ പലപ്പോഴായുള്ള വായനയിലൂടെയും ചിന്തകളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെയുള്ള ഒരു ബേസ് റീഡിങ്ങിന്റെ കാലഘട്ടമായിരിക്കണം ഡിഗ്രി കാലഘട്ടം അല്ലെങ്കിൽ +2 കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇന്റർവ്യൂവില് നമ്മൾ പോകുന്നു. അപ്പൊ ഇന്റർവ്യൂവില് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഒരു പ്രസന്റേഷൻ സ്റ്റൈല്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായി ബന്ധമുള്ള വീക്ഷണങ്ങൾ, അപ്പൊ ഇതൊക്കെ പല കാലങ്ങളായി നമുക്ക് ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ, ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ നമ്മളിങ്ങനെ വികസിപ്പിക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു സംഗതിയാണ് പുസ്തക വായന, ലൈബ്രറികളിലൂടെയുള്ള യാത്ര, പ്രത്യേകിച്ച് മറ്റു ഭാഷകൾ, ഇംഗ്ലീഷ് ഭാഷകളിലൊക്കെയുള്ള പലതരം പുസ്തകങ്ങളുടെ വായന, പുതിയ പുതിയ പുസ്തകങ്ങൾ രാജ്യത്തെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള ഇറങ്ങുമ്പോൾ അതിലൊക്കെ ഒരു മിനിമം യാത്ര നമ്മൾ നടത്തിയിരിക്കുക. ഇപ്പോൾ ഇന്നലെ ബജറ്റ് ഇറങ്ങുന്നു. അപ്പോൾ ബജറ്റിനെ കുറിച്ചുള്ള അനാലിസിസുകൾ ഇന്ന് പത്രങ്ങളിൽ ഒരുപാട് പ്രത്യക്ഷപ്പെടും. വിവിധ ഡിബേറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മളത് കേൾക്കുമ്പോൾ പുതിയ പുതിയ കുറെ ടേംസുകൾ, പുതിയ പുതിയ രാജ്യത്തെക്കുറിച്ചുള്ള സാമ്പത്തിക വീക്ഷണങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പൊ നമുക്ക് കൃത്യമായി ഇന്നത്തെ ബജറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ വീക്ഷണങ്ങളിലും അഭിപ്രായങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ചിലപ്പോൾ അത് ഉണ്ടാക്കും. അപ്പൊ ഈ ബജറ്റിന്റെ ഒരു പ്രക്രിയയേക്കാൾ അപ്പുറം അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇമ്പാക്റ്റുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പല കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാകും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ അഭിപ്രായങ്ങളെ പല രൂപത്തിൽ ഇങ്ങനെ കോർത്തിണക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എക്കണോമിക് സർവേ പുറത്തു വന്നു. അപ്പൊ നമ്മൾ വെറുതെ എടുത്ത് എക്കണോമിക് സർവേ ഒന്നിങ്ങനെ വായിച്ചു പോവുക, അതിലെ വിവിധ വിഷയങ്ങൾ, ഗ്രാഫുകളൊക്കെ ഒന്ന് നോക്കാൻ പഠിക്കുക. അപ്പൊ ഇങ്ങനെ സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോ ദിവസത്തെയും ഇപ്പൊ ഇന്റർനാഷണൽ റിലേഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇന്ത്യയും അത്തരം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ യുദ്ധങ്ങൾ, അവരുടെ കാരണങ്ങൾ, അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് വന്നതിന്റെ ഇമ്പാക്റ്റുകൾ, അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ സംഗതികൾ നമുക്കൊരു ക്ലാസ് റൂമിലിരുന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ വികസിപ്പിക്കേണ്ടത് പ്രധാനമായും പത്രവായനയിലൂടെയും നമ്മുടെ ന്യൂസ് കേൾക്കുന്നതിലൂടെയും ചർച്ചകളിലൂടെയും വിവിധ ഡിബേറ്റുകൾ ശ്രദ്ധിക്കുന്നതിലൂടെയും യൂട്യൂബിനെ നന്നായി ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ്. ഇന്റർനെറ്റിൽ ഒരുപാട് സംഗതികൾ ഉണ്ടാകാം, പക്ഷെ നമുക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പുസ്തകങ്ങളിലും മെറ്റീരിയലുകളുടെ ഒന്നും അഭാവം ഈ കാലഘട്ടത്തിലില്ല. ഇതൊക്കെ ഒരുപാട് എക്സസ് ആണ്, ഒരുപാട് ധാരാളമുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് ആവശ്യം എന്നുള്ള കൃത്യമായ ഒരു സംഗതിയുണ്ട്. അപ്പൊ നമ്മൾ എന്തിന് കോച്ചിങ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതൊരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ്. നമുക്ക് എന്താണോ റൈറ്റ് ആയിട്ട് ആവശ്യമുള്ളത് അതിനെ കൃത്യമായി നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ കോച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോച്ചിങ്ങിനേക്കാൾ ഉപരി അതൊരു മെന്ററിങ് ആണ്. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് കോച്ചിങ്ങിന് പോകാൻ പണമില്ല. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും അയാൾക്ക് യൂട്യൂബിനെ ആശ്രയിക്കാം. നിങ്ങൾ GS ഓരോ സബ്ജക്റ്റുകൾ എടുക്കുന്നു. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചു മുമ്പ് ഒരു വിദ്യാർത്ഥി വന്നിരുന്നു. ഡൽഹിയിലെ ഒരു വിദ്യാർത്ഥിയാണ്, നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹത്തിന് കോച്ചിങ്ങിന് പോകാനുള്ള പണമില്ല, പിന്നെ മുന്നോട്ട് പോകാനുള്ള കുടുംബ സാഹചര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഞാനിങ്ങനെ യൂട്യൂബിലെ വിവിധ ക്ലാസ്സുകൾ, ഓരോ വിഷയത്തിന്റെയും നല്ല നല്ല ക്ലാസ്സുകളുടെ കൃത്യമായ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തി, പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിലെ വളരെ എക്സസ് ആയ ഒരുപാട് സംഗതികൾക്കിടയിൽ നമുക്ക് ഏറ്റവും റൈറ്റായ, നമുക്ക് ആവശ്യമുള്ള സംഗതിയെ മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. മെറ്റീരിയലുകൾ ഒരുപാട് ഉണ്ടാകുമ്പോൾ ആ മെറ്റീരിയൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വായിച്ച് പോകാൻ പറ്റണം. എന്നാൽ
മറ്റ് വായനകളിൽ, ജനറൽ ആയിട്ടുള്ള വായനകളിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ എസ്സേ റൈറ്റിങ്ങിനെയും നമ്മുടെ ആൻസർ റൈറ്റിങ്ങിനെയും ഒക്കെ പോഷിപ്പിക്കാവുന്ന രൂപത്തിലുള്ള ഒരു വായനയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റണം. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെന്ററിങ്, ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഗൈഡ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ ഈസി ആകും. അത് സിവിൽ സർവീസ് ജയിച്ചവരാകാം അല്ലെങ്കിൽ തോറ്റവരാകാം. ഏറ്റവും നന്നായി സഹായിക്കുക സിവിൽ സർവീസിൽ പരാജയപ്പെട്ടവരാണ്. അവർക്ക് വളരെ കൃത്യമായി അറിയാൻ പറ്റും നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത്. അപ്പൊ അവരുടെ ഗൈഡൻസ് സ്വീകരിക്കാൻ പറ്റും. അവർ ഈ വിഷയത്തിൽ കുറെ അധികം അറിവുകളും അനുഭവങ്ങളും ഉള്ള ആളുകളായിരിക്കും. അവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കോച്ചിങ് ഫീൽഡിൽ കുറച്ചു കാലം ചെലവഴിച്ച ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അവിടുത്തെ അധ്യാപകർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഒരാളെ നിങ്ങൾ കൃത്യമായി കണ്ടെത്തുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ പ്രിപ്പറേഷനും നിങ്ങളുടെ സ്ട്രാറ്റജികളൊക്കെ ഒരുക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗുണകരമായിരിക്കും. എങ്ങനെയായാലും സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടൈമും ഹാർഡ് വർക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. നമ്മൾ വെറുതെ എക്സാം എഴുതാൻ പോകുന്നു, നമ്മുടെ അറ്റംപ്റ്റുകൾ വേസ്റ്റ് ആക്കുന്നു എന്നതിൽ കാര്യമില്ല. നമ്മൾ കൃത്യമായി ഒരു ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും ക്വാളിറ്റി ടൈം കൊടുത്ത് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ആ സമയം കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ബാക്കി കുറെ കാര്യങ്ങൾ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ പലതരം എന്റർടൈൻമെന്റുകൾ കുറച്ചു കാലത്തേക്കെങ്കിലും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ചുറ്റുമുണ്ടാകുന്ന കുറെ പരിപാടികൾ, കല്യാണങ്ങൾ, മുഹൂർത്തങ്ങൾ, ഇതൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രവർത്തനം തന്നെയാണ് സിവിൽ സർവീസ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതിന് പറ്റുന്ന രൂപത്തിലേക്ക് ഒരു സീരിയസ് ലെവലിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ വളർന്നു വരണം. ഒറ്റയടിക്ക് സീരിയസ് ആവാൻ പറ്റില്ല. ഒരു സാഹചര്യം നമ്മളിപ്പം മുതലേ ഡിഗ്രി കാലഘട്ടം മുതലേ ഉണ്ടാക്കി തുടങ്ങുക. ആദ്യം മെല്ലെ മെല്ലെ നമ്മുടെ ടൈം കൂട്ടിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ആദ്യത്തെ ദിവസം 1 മണിക്കൂർ പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം 2 മണിക്കൂറിലേക്ക് അതിനെ വളർത്താൻ ശ്രമിക്കുക. അങ്ങനെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നു, പിറ്റേ ദിവസം നമ്മൾ കിടന്നുറങ്ങുന്നു, ഈ പരിപാടി സിവിൽ സർവീസിന് പറ്റില്ല. കൺസിസ്റ്റൻസി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതിനേക്കാളൊക്കെ പ്രധാനമാണ് നമ്മുടെ ഒരു പോസിറ്റീവ് മൈൻഡ് എന്നുള്ളത്. നമുക്ക് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും പ്രഷറുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ആ സമയത്തൊക്കെ ഒരു പോസിറ്റീവ് മൈൻഡ് കൃത്യമായി നിലനിർത്തണം. കുറച്ചും കൂടി ദീർഘകാല പ്ലാനിങ്ങുകൾ ആവശ്യമാണ്. നമ്മൾ പഠിക്കുന്നു, വായിച്ച സാധനങ്ങൾ പല തവണ നമുക്ക് വായിക്കേണ്ടി വരും. അപ്പൊ അത് കൃത്യമായി ഒരു നോട്ട് മേക്കിംഗ് പ്രോസസ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. ആർട്ട് ഓഫ് നോട്ട് മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ്. അപ്പോൾ വീണ്ടും അതിനെ റിവൈസ് ചെയ്യേണ്ടി വരും. സിവിൽ സർവീസിൽ പൊതുവെ പറയാറുണ്ട്, റിവൈസ് ചെയ്യാത്ത റീഡിങ്ങുകളൊക്കെ വേസ്റ്റ് ആണ് എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് വായിക്കുന്നത്. പരീക്ഷയുടെ അടുത്ത സമയത്ത് നമുക്കത് റിവൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വായിച്ച കുറെ സംഗതികൾ വേസ്റ്റ് ആവും. അപ്പൊ അത് റിവൈസ് ചെയ്യണമെങ്കിൽ വളരെ വൃത്തിയായി നമുക്കൊരു നോട്ട്ബുക്കിൽ എഴുതാൻ പറ്റണം. നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ തന്നെ അതിനൊരു ഓർഡർ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാകണം. അതിന്റെ ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ വരുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോയി ആ ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്യുന്ന സംഗതികൾ നമ്മൾ എഴുതി വെക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ സംഗതികൾ നമ്മൾ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കേണ്ട, സിവിൽ സർവീസ് പ്രിപ്പറേഷന് പോകുമ്പോൾ തന്നെ നമ്മൾ വികസിപ്പിക്കേണ്ട ചില സംഗതികളാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കുറെ സംഗതികൾ. അപ്പൊ അത്തരത്തിലുള്ള പല സംഗതികൾ നിങ്ങൾ ഈ കോച്ചിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതായാലും ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിനും നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിനും ഒക്കെ വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. സെജിയുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാനായതിലും വളരെ സന്തോഷമുണ്ട്. എനിക്ക് നിർത്താമെന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ താങ്ക് യു സർ. വളരെ കുറഞ്ഞ ചാറ്റ് ചെയ്തിട്ടുണ്ട്. സം ടിപ്സ് ഓൺ ആർട്ട് ഓഫ് നോട്ട് ഒരാള് ചാറ്റ് ചെയ്തിരുന്നു. ഒന്ന് പറഞ്ഞോളൂ സർ. അപ്പൊ എനിക്ക് തോന്നുന്നത് ആർട്ട് ഓഫ് നോട്ട് മേക്കിംഗ് എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാല് നമ്മളൊരു ചാപ്റ്റർ വായിക്കുന്നു, അങ്ങനെ തന്നെ നോട്ട് ചെയ്തു. അപ്പൊ ലാസ്റ്റ് നോക്കുമ്പോൾ നോട്ടായിരിക്കും ചിലപ്പോൾ കൂടുതൽ പുസ്തകത്തേക്കാൾ. അങ്ങനെ ഒരു അബദ്ധം പലപ്പോഴും പറ്റാറുണ്ട്. അതുകൊണ്ട് നോട്ട് മേക്കിങ്ങിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ വായിച്ചു തീർക്കുക. എന്നിട്ട് രണ്ടാമത് നമ്മൾ ആ ചാപ്റ്റർ വായിക്കുമ്പോൾ
ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാകും ഇതിലെ പ്രധാനപ്പെട്ട സംഗതി ഏതാണ്. ഒരു ലാർജർ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് ഇത്രയാണ്. അപ്പോൾ ഒരൊറ്റ വായനയിൽ നമ്മൾ ഒരിക്കലും നോട്ട് എഴുതാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് രണ്ടാമത്തെ വായനയിൽ ഒരു പാരഗ്രാഫ് മുഴുവൻ വായിച്ച ശേഷം നമ്മൾ നോട്ട് എഴുതാൻ തുടങ്ങും. അതുപോലെ തന്നെ കുറച്ചും കൂടി നല്ല മെത്തേഡാണ് രണ്ടാമതും വായിച്ച ശേഷം നമ്മൾ മൂന്നാമത് വായിക്കുമ്പോൾ നോട്ട് എഴുതുക എന്ന് പറയാറുണ്ട്. അതായത് ഫസ്റ്റ് വായന നമ്മളൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വായനയായിരിക്കണം. സെക്കൻഡ് വായന നമുക്കതിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു വായനയായിരിക്കണം. ഒരു ആക്ച്വലി ഐഡിയലി തേർഡ് വായനയായിരിക്കണം നമ്മുടെ നോട്ട് എഴുതാനുള്ള ഒരു വായന. അപ്പോഴത്തേക്കും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഇത് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ല, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെയുള്ള സ്വയം ധാരണ നമുക്ക് തന്നെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് നോട്ട് മേക്കിങ്ങിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രോം ഹോം എല്ലാ ഞായറാഴ്ചകളിലും സിജിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 2024-25 വർഷം 40ഓളം പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചു. മാർച്ച് 31 10ഓളം പ്രോഗ്രാമുകൾ കൂടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നാറ്റ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് BARC-മായി ബന്ധപ്പെട്ട്. മിക്കവാറും അടുത്ത ഞായറാഴ്ച അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ആയിരിക്കും നമ്മൾ ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിന് സ്യൂട്ടായ ഒരു ഗസ്റ്റിനെ സിവിൽ സർവീസ് കിട്ടിയ ഒരാളെ കിട്ടിയതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സിസ്റ്റമാറ്റിക്കായി സയന്റിഫിക്കായി സിവിൽ സർവീസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് സാർ പറയുകയും ചെയ്തു. സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രോം ഹോമിന്റെ പേരിലും സിജിയുടെ പേരിലും സാറിനുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. യെസ്, താങ്ക്സ്. ഓവർ ടു റമി സാർ. ഓക്കെ സാർ. സ്ലൈഡ് കാണാമോ? കാണാം സർ. സ്ലൈഡ് മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. അതായത് സിവിൽ സർവീസിന്റെ പ്രധാനമായിട്ട് 3 കാറ്റഗറിയാണ്. ഓൾ ഇന്ത്യ സർവീസും അതുപോലെ തന്നെ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും ആണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് എയിൽ വരുന്നതാണ് IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗ് സർവീസ്, ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ്, ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, സെൻട്രൽ ട്രേഡ് സർവീസസ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ഇതൊക്കെ ഗ്രൂപ്പ് എയിലാണ് വരുന്നത്. ഗ്രൂപ്പ് ബിയിൽ വരുന്നതാണ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, റെയിൽവേ ബോർഡ് സെക്രട്ടേറിയറ്റ് സർവീസ്, ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ്, കസ്റ്റംസ് അപ്രൈസേഴ്സ് സർവീസ്. നമ്മുടെ പോണ്ടിച്ചേരി സിവിൽ സർവീസ്, മായിലൊക്കെ വരുന്നത് പോണ്ടിച്ചേരി സിവിൽ സർവീസ് ആണ്. പോണ്ടിച്ചേരി പോലീസ് സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൽഹി, അന്തമാൻ, നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, ദാമൻ, ഡ്യൂ ആൻഡ് ദാദ്ര നാഗർ ഹവേലി സിവിൽ സർവീസ്, ഡൽഹി, അന്തമാൻ ആ മേഖലയിലുള്ള പോലീസ് സർവീസ്. ഇതൊക്കെയാണ് ഗ്രൂപ്പ് ബിയിൽ വരുന്നത്. ഈ രീതിയിലാണ് സിവിൽ സർവീസിന്റെ 3 ഡിവിഷൻ വരുന്നത്. റെസ്റ്റ് ഓഫ് ദ സർവീസസ് വിൽ ബി അണ്ടർ ദി കൺസേൺഡ് മിനിസ്ട്രീസ്. അപ്പൊ എല്ലാം അതായത് മിനിസ്ട്രീസിന്റെ അണ്ടറിലാണ് വരുന്നത് ബാക്കിയുള്ള സർവീസൊക്കെ. അവിടെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ ഷായി സാർ ഇതിന്റെ എങ്ങനെയാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ജനറൽ സ്റ്റഡീസിലും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നല്ല വായന, പത്രവായന ഉണ്ടാവണം. ഒരു ദേശീയ തലത്തിലുള്ള ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും അതേപോലെ തന്നെ മലയാള ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. മാഗസിനുകൾ, GK ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാഗസിനുകൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടൈം പ്ലാനിങ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഷായി സാർ ഇവിടെ സൂചിപ്പിച്ചു. വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മളത് കൊണ്ടുപോകണം. നമ്മുടെ ടൈം പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, സിവിൽ സർവീസിന്റെ സെലക്ഷന് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് IPS-ലാണ് കാര്യമായിട്ട് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പൊ തന്നെ ഷായി സാർ സംസാരിച്ച സമയത്ത് ഒരാൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ചാറ്റിംഗ് ഉണ്ടായിരുന്നു, ഏജ് ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പോൾ 21 വയസ്സായി കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാം. ഏറ്റവും മാക്സിമം 32 ഇയേഴ്സ് ആണ്. പിന്നെ ചില വിഭാഗങ്ങൾക്ക് അതിൽ അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ അപ് ടു മാക്സിമം ഓഫ് 5 ഇയേഴ്സ് ഇഫ് എ കാൻഡിഡേറ്റ് ബിലോങ്സ് ടു SC/ST ആണെങ്കിൽ 5 വർഷം കൂടി കിട്ടും. 32 എന്നുള്ളത് 37 വയസ്സ് വരെ കിട്ടും. അത് OBC വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഒരു 3 ഇയേഴ്സ് കൂടി പ്ലസ് കിട്ടും. 32 എന്നുള്ളത് 35 വരെ പോവാം. അതാണ് അപ്പർ ഏജ് ലിമിറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ധാരാളം ആളുകൾക്ക് ഒരു സംശയമാണ് എത്ര തവണ ഈ പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ളത്. സാധാരണഗതിയിൽ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ 6 തവണ എഴുതാൻ പറ്റും. OBC അതേപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്കാപ്ഡ് ആണെങ്കിൽ 6ഉം 3ഉം 9 വർഷം 9 പ്രാവശ്യമായിട്ട് എഴുതാൻ പറ്റും. SC/ST ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റ് ഇല്ല. എത്ര തവണ അവരുടെ അപ്പർ ഏജ് ലിമിറ്റ് ആവുന്നത് വരെ എത്ര തവണയും വേണമെങ്കിൽ എഴുതാവുന്നതാണ്. പിന്നെ മറ്റൊന്ന് ക്വാളിഫിക്കേഷൻ ആണ്. ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രിയാണ്. ഏത് സബ്ജക്റ്റിലുള്ള ഡിഗ്രി, മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഡിഗ്രിയാണ്. ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ BA, BSc, BCom, LLB, BTech, MBBS, BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ എല്ലാം ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രിയിൽ വരുന്ന ഏത് സബ്ജക്റ്റിലുള്ള ഡിഗ്രിയുള്ള ഒരു അംഗീകൃതമായ സർവകലാശാലയിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ എഴുതാവുന്നതാണ്. അത് റെഗുലർ ഡിഗ്രി വേണമെന്നില്ല. പിന്നെ ഡിസ്റ്റൻസ് ഡിഗ്രി ആണെങ്കിൽ എഴുതാം. ഓക്കെ. ഇനി മറ്റൊന്ന് ഇതിന്റെ പാറ്റേൺ ആണ്. പരീക്ഷയുടെ എക്സാം പാറ്റേൺ 3 ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഫസ്റ്റ് പ്രിലിമിനറി എക്സാം ആണ്, രണ്ടാമത്തത് മെയിൻ എക്സാം ആണ്, മൂന്നാമത്തത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് സിവിൽ സർവീസ് ആസ്പിറന്റ് കടന്നു പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ UPSCന്റെ പ്രിലിമിനറിയിൽ വരുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ആണ്. CSAT എന്നാണ് പറയാം. അപ്പോൾ ഇതിൽ രണ്ടിലും ജനറൽ സ്റ്റഡീസ് പേപ്പറാണ്. ഇതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. നമ്മുടെ റാങ്കിങ്ങിന് ഇത് പരിഗണിക്കുന്നില്ല. ഒരു നിശ്ചിത മാർക്ക് നേടിയാൽ മാത്രമേ നമുക്ക് സിവിൽ സർവീസ് മെയിൻ പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളൂ. മെയിൻ പരീക്ഷയിൽ essay പേപ്പർ ഉണ്ട്, ഇന്ത്യൻ ലാംഗ്വേജസ്, നമുക്ക് മലയാളികളായതുകൊണ്ട് മലയാളം തിരഞ്ഞെടുക്കാം. ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇന്ത്യൻ ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, പിന്നെ അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസിന്റെ 4 പേപ്പർ വരുന്നു. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് പ്രിലിമിനറി പരീക്ഷ എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. മെയിൻസ് പരീക്ഷ എല്ലാം essay ടൈപ്പ് രീതിയിലാണ്. പിന്നെ ഓപ്ഷണൽ പേപ്പർ, ഏതെങ്കിലും ഒരു വിഷയം, ഒരു സബ്ജക്റ്റ് ഓപ്ഷണലായിട്ട് സെലക്ട് ചെയ്യണം. ആ ഒരു സബ്ജക്റ്റിന്റെ 2 പേപ്പർ ഉണ്ടാവും. പേപ്പർ 1, പേപ്പർ 2, അങ്ങനെ 9 പേപ്പറുകളാണ്. ഇവിടെ 2, 4, 6, 3, 9 പേപ്പറുകളാണ് മെയിൻ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ മെയിൻ പരീക്ഷയിൽ ലഭിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റർവ്യൂയിലേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്റർവ്യൂവും കൂടി കടന്ന് ഇന്റർവ്യൂയുടെ മാർക്ക് കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഇതാണ് അതിന്റെ ഒരു ഘടന. ഇനി അതിന്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ പ്രിലിമിനറിയിൽ നാം പറഞ്ഞു 200 മാർക്കിന്റെ പേപ്പർ 1 ജനറൽ സ്റ്റഡീസ്, അതേപോലെ തന്നെ രണ്ടാമത്തെ പേപ്പറും 200 മാർക്കിന്റെ 2 മണിക്കൂറുള്ള 2 പേപ്പറുകളാണുള്ളത്. രണ്ടും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. കറണ്ട് അഫയേഴ്സ് വരും, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, ജിയോഗ്രഫി വരുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ ഇഷ്യൂസ് ഓൺ എൻവയോൺമെന്റ്, ജനറൽ സയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേപ്പർ 1 വരുന്നത്. പേപ്പർ 2 ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കോംപ്രിഹെൻഷൻ, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ലോജിക്കൽ റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം, മെന്റൽ എബിലിറ്റി, ബേസിക് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ അതേപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ സ്കില്ല്, ഈ രീതിയിലാണ് രണ്ടാമത്തെ പേപ്പറിനുണ്ട്. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇനി അതിന്റെ ഒരു പ്ലാൻ ഓഫ് എക്സാമിനേഷൻ അത് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ക്വാളിഫയിങ് ടെസ്റ്റ് മാത്രമാണ്, ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. അത് നിങ്ങളുടെ പിന്നെ ഫൈനൽ റാങ്കിങ്ങിന് പ്രിലിമിനറിയിൽ കിട്ടുന്ന മാർക്ക് പരിഗണിക്കുന്നേ ഇല്ല. അതൊരു നിശ്ചിത മാർക്ക് കിട്ടിയാൽ മാത്രമേ ഫൈനൽ പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിനകത്ത് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻസ് ഒക്കെ ഒരു 10th ലെവലിലുള്ള ചോദ്യങ്ങളാണ്. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. പ്രിലിമിനറിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് മെയിൻ എക്സാമിനെ കുറിച്ച് പറയാം. മെയിൻ എക്സാമിൽ 9 പേപ്പറുകളാണുള്ളത്. എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ തന്നെ 2 പേപ്പർ എ ഇന്ത്യൻ ലാംഗ്വേജ് 300 മാർക്കിൻ്റെതാണ്, പേപ്പർ ബി ഇംഗ്ലീഷ് 300 മാർക്കിൻ്റെ. ഇത് രണ്ടും ക്വാളിഫയിങ് പേപ്പറാണ്. മെയിൻ എക്സാമിൽ തന്നെ 9 പേപ്പറിലുള്ള ഈ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. ഇതിന്റെ ഇത് മാർക്ക് നിങ്ങളുടെ പിന്നെ റാങ്കിങ്ങിന് പരിഗണിക്കാം. പിന്നെ ഇന്ത്യൻ ലാംഗ്വേജസ് ആൻഡ് ഇംഗ്ലീഷ്, അപ്പോൾ അതിൽ പ്രിസൈസ് റൈറ്റിംഗ് ഉണ്ട്, യൂസേജ് ആൻഡ് വൊക്കാബുലറി ഉണ്ടാവും, ഷോർട്ട് എസ്സൈസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഭാഷാപരമായിട്ടുള്ള നമ്മുടെ കഴിവുകളാണ് ഇതിലൂടെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ തന്നെ പ്രാദേശിക ഭാഷ, നമ്മൾ മലയാളമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പിന്നെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതും
അതുപോലെ തന്നെ എസ്സേ റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതും അതിൻ്റെ ഭാഷാശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ വരുന്നത് ഒരു അടുത്ത പേപ്പർ എസ്സേ പേപ്പറാണ്. ഒരു എസ്സേ ഉണ്ടാവും, 250 മാർക്കിന്റെ ഒരു എസ്സേ പേപ്പർ ഉണ്ട്. പിന്നെ വരുന്ന 4 പേപ്പർ ജനറൽ സ്റ്റഡീസ് ആണ്. ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഏരിയ. ഇപ്പൊ 250 മാർക്കിന്റെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, അതിൽ ഇന്ത്യൻ ഹെറിറ്റേജ് ഉണ്ട്, കൾച്ചർ ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരും, ഇന്ത്യൻ ജോഗ്രഫി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 വരുന്നത്. ഇനി ജനറൽ സ്റ്റഡീസിന്റെ പേപ്പർ 2 വരുന്നത് ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. നെക്സ്റ്റ് പേപ്പർ 3 വരുന്നത് ടെക്നോളജി, എക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെന്റ്, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. 4 വരുന്നത് എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഈ രീതിയിലാണ് 4 ജനറൽ സ്റ്റഡീസ് പേപ്പർ വരുന്നത്. അപ്പൊ ഇതിന്റെ കൃത്യമായ സിലബസ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ ആരംഭിക്കുക. ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ തന്നെ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഫൈനൽ ഇയറിന് പരീക്ഷ എഴുതിയിട്ട് നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത പേപ്പർ 6 വരുന്നത് ഓപ്ഷണൽ പേപ്പറാണ്. പേപ്പർ 7 ഓപ്ഷണൽ പേപ്പർ. അപ്പൊ ഏതെങ്കിലും ഒരു ഓപ്ഷണൽ സബ്ജക്ട് നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്റ്റ് ആവാം, ഡിഗ്രിക്ക് പഠിക്കാത്ത ഏതെങ്കിലും സബ്ജക്ട്. ഒരു 10-25ഓളം സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾ ലാംഗ്വേജസ് ഉണ്ട്, മറ്റ് സയൻസ് സബ്ജക്റ്റുകളുണ്ട്, ആർട്സ് സബ്ജക്റ്റുകളുണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, മെഡിക്കൽ സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യുക. ഇപ്പൊ ഹിസ്റ്ററിയാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ഹിസ്റ്ററിന്റെ 2 പേപ്പർ, സോഷ്യോളജിയാണ് സെലക്ട് ചെയ്തതെങ്കിൽ സോഷ്യോളജിയുടെ 2 പേപ്പർ, 250 മാർക്കിന്റെ 2 പേപ്പർ. അങ്ങനെ ടോട്ടൽ 1750 മാർക്കിലാണ് മെയിൻ പരീക്ഷ വരുന്നത്. 275 മാർക്കിന്റെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഇന്റർവ്യൂ വരുന്നത് 275 മാർക്കിൽ. അങ്ങനെ 2025 നമ്മുടെ ഫൈനൽ പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും കൂടി മാർക്ക് നോക്കുന്നത്. അതിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷണൽ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എസ്സേ പേപ്പറിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പൊളിറ്റിക്സ്, ജനറൽ, എക്കണോമിക്സ്, സോഷ്യൽ സയൻസ് ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്ന് there will be 6 questions from 5 broad areas. ഈ 5 മേഖലയിൽ നിന്നുള്ള 6 ചോദ്യങ്ങൾ നമുക്ക് എസ്സേ പേപ്പറിൽ ഉണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റ്, ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഏത് സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആ ഒരു സബ്ജക്റ്റിൽ 2 പേപ്പറാണ് ഉണ്ടാകുക. അത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചതോ PGക്ക് പഠിച്ചതോ സബ്ജക്റ്റ് ആവാം, ഇനി അല്ലെങ്കിൽ മറ്റുള്ള ഏത് സബ്ജക്റ്റും ആവാം. ഇവിടെ കാണാം നിങ്ങൾക്ക് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, ആന്ത്രോപോളജി, ബോട്ടണി, കെമിസ്ട്രി എല്ലാ സബ്ജക്റ്റ് കാണാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ജോഗ്രഫി, ജിയോളജി, ഹിസ്റ്ററി. അപ്പോൾ പലരും ഇതിൽ പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ഏത് സബ്ജക്റ്റ് എടുക്കുന്നതാണ് നല്ലതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പിന്നെ താല്പര്യം അനുസരിച്ചിരിക്കും. നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റിലുള്ള താല്പര്യം, ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. സോഷ്യോളജി, പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സയൻസ്, ലോ, ലിറ്ററേച്ചർ, ഇങ്ങനെ വൈവിധ്യമാർന്ന സബ്ജക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്തത് ആ മെയിൻ പരീക്ഷ, അത് മിനിമം മാർക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് നേടി നമ്മളത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയാണ് അസസ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ എത്രത്തോളം മെന്റൽ കാലിബർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്, നമ്മുടെ ക്വാളിറ്റീസ് എന്താണ്, പേഴ്സണൽ ക്വാളിറ്റീസ് എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പേഴ്സണൽ ഇന്റർവ്യൂവിൽ അവർ അത് അളക്കുന്നത്. അപ്പൊ ആ രീതിയിൽ എന്ത് ചോദ്യങ്ങളും ഇതിൽ പ്രതീക്ഷിക്കാം. നമ്മുടെ നാട്ടിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാവാം, പേരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാവാം, കറണ്ട് അഫയേഴ്സ് ബന്ധപ്പെട്ട ചോദ്യം. അപ്പം മൊത്തത്തിൽ നമുക്ക് നല്ലൊരു ധാരണ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ്, പ്രത്യേകിച്ച് IPSലേക്ക് വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. മറ്റുള്ളവർക്കും ഒരു മിനിമം അതിൻ്റെ ഒരു മെഡിക്കൽ ടെസ്റ്റിലേക്ക് വരേണ്ടതാണ്. പിന്നെ അതുപോലെ അപ്ലിക്കേഷൻ ഫീ ധാരാളം കുട്ടികൾ ചോദിക്കാറുണ്ട്, ഇത് എത്ര അപേക്ഷാ ഫീസ് എന്നുള്ളത്. മിനിമം 100 രൂപയാണ് അപേക്ഷാ ഫീസ്. UPSC ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട്, 11-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിൽ ചില വിഭാഗങ്ങൾക്ക് ഇളവുകളുണ്ട്. പെൺകുട്ടികൾക്കും അതേപോലെ തന്നെ SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിഭാഗങ്ങൾക്കാണെങ്കിൽ ഈ 100 രൂപ അവർ അടക്കേണ്ടതില്ല. മെയിൻ എക്സാം പരീക്ഷ ചെയ്യുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ നടത്തണം UPSCന്റെ സൈറ്റിൽ കയറിയിട്ട്. എന്നിട്ടാണ് നിങ്ങൾ സിവിൽ സർവീസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്തും നിങ്ങളുടെ പേര്, അതേപോലെ തന്നെ ഏത് ഇയറിലെ എക്സാമാണ് നിങ്ങൾ എഴുതിയത്,
നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, റോൾ നമ്പർ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്ലിപ്പിൽ ഉണ്ടായിരിക്കണം. പിന്നെ UPSCന്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് സ്വന്തമായിട്ട് തന്നെ ഇന്റർനെറ്റും ലാപ്ടോപ്പും ഒക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാവുന്നതാണ്. പിന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ അതിൽ 3-1 നെഗറ്റീവ് മാർക്കായിട്ട് വരും. അതായത് പ്രിലിമിനറി പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അപ്പോൾ അതിൽ നെഗറ്റീവ് മാർക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൽ നമുക്ക് നമ്പർ കാണാം, ഫെസിലിറ്റേഷൻ സെന്ററിന്റെ നമ്പർ കാണാം, UPSCന്റെ എന്ത് കോൺടാക്റ്റും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ സിജിയുടെ കരിയർ കൗൺസിലർമാരെയൊക്കെ കോൺടാക്ട് ചെയ്യാം എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ പരീക്ഷാ സെന്റർ ഇന്ത്യയിൽ ഉടനീളം മിക്കവാറും സ്ഥലങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കൊച്ചിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. പ്രിലിമിനറിക്ക് 3 സെന്റർ ഉണ്ടെങ്കിലും മെയിൻ എക്സാമിന് കേരളത്തിൽ 1 സെന്റർ മാത്രമേ ഉണ്ടാവൂ, തിരുവനന്തപുരത്ത്. പിന്നെ അതിന്റെ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ ഷാഹിദ് സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പ്രിലിമിനറിയുടെ കൂടെ തന്നെ മെയിൻ എക്സാമിനും വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ നമുക്ക് മെയിൻ പരീക്ഷയ്ക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രിലിമിനറിയുടെ കൂടെ തന്നെ മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനും ആരംഭിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ സിലബസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവണം. അതുപോലെ തന്നെ റൈറ്റിംഗ്, നമുക്കറിയാം essay ടൈപ്പുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് കൂടാതെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതേണ്ട പേപ്പറുകളാണുള്ളത് ഫൈനൽ പരീക്ഷയിൽ. അപ്പോൾ ഒരു ആർട്ട് ഓഫ് റൈറ്റിംഗ് വളരെ കൃത്യമായിട്ട് തന്നെ വായിച്ച് എഴുതി പഠിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ NCERT സിലബസ്, നമുക്ക് 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT സിലബസിലുള്ള പിന്നെ സബ്ജക്റ്റുകളൊക്കെ നമുക്ക് നല്ല തറവായിരിക്കണം. അതൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒരു കോൾ വന്നല്ലോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ റൂട്ടീനായിട്ട് കൃത്യമായിട്ട് പേപ്പർ വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. നമുക്ക് ലോകത്ത് നടക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം. ഇപ്പോൾ നമുക്കറിയാം പുതിയ തലമുറക്ക് തീരെ ഇല്ലാത്തതാണ് ഇപ്പോൾ പത്രവായന മാറിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എല്ലാം ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ ആണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു പത്രവായന, അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ ഓരോ പത്രത്തിലും പിന്നെ മുഖപ്രസംഗങ്ങൾ ഉണ്ടാവും, ആർട്ടിക്കിളുകൾ ഉണ്ടാവും, എസ്സേസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം ഓരോ സംഭവങ്ങളെക്കുറിച്ചും. അതുപോലെ തന്നെ റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടാവണം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ്. അത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ദിവസം 8 മണിക്കൂർ പിന്നെ അടുത്ത ദിവസം ഒന്നും ഇല്ലാതിരിക്കുക, ആ രൂപത്തിലാവുമ്പോൾ ഇതിലേക്ക് പോകാൻ സാധിക്കില്ല. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി നേരത്തെ ഇവിടെ സാറ് സൂചിപ്പിച്ചതുപോലെ കോച്ചിങ് പല രീതിയിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താം. കോച്ചിങ്ങിന് പോയിട്ട് ചെയ്യാം, ഇനി അതല്ലെങ്കിൽ മെന്ററിങ് ആക്കാം, ഇനി അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഡൽഹിയിൽ ഇഷ്ടംപോലെ കോച്ചിങ് സെന്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിന്റെ ക്യാമ്പസുകളുണ്ട്. അതുപോലെ തന്നെ ജാമിയ ഇസ്ലാമിയ അവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോംബെ ഹജ്ജ് സെന്ററിന്റെ കോച്ചിങ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കോച്ചിങ് സെന്ററുകൾ, സൗജന്യമായിട്ടുള്ളതും പെയ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള കോച്ചിങ് സെന്ററുകൾ നമുക്ക് ഡൽഹിയിലും അതേപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തും നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ അവൈലബിൾ ആയിട്ട് കാണാൻ സാധിക്കും. സർക്കാർ തലത്തിലുള്ള കോച്ചിങ് സെന്ററുകൾ കേരളത്തിൽ നമുക്കറിയാം, തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സബ് സെന്റർ ആയിട്ട് പാലക്കാടും കോഴിക്കോടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സൗജന്യമായിട്ടും അതുപോലെ തന്നെ കുറഞ്ഞ ഫീസ് നിരക്കിലൊക്കെ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം, പ്രൈവറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം. പിന്നെ മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഈ സിവിൽ സർവീസിന്റെ കൂടെ തന്നെയാണ് 2 IFS കാണാം. ഒന്ന് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്, അതിന് സിവിൽ സർവീസ് പരീക്ഷ തന്നെയാണ്. മറ്റൊന്ന് പിന്നെ സയൻസ് സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ള ആളുകൾക്ക്, BTech ഉള്ള ആളുകൾക്ക്, ഫോറസ്ട്രിയിലും അതേപോലെ തന്നെ അഗ്രികൾച്ചറും വെറ്റിനറി സയൻസിലൊക്കെ ഡിഗ്രി ഉള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഫോറസ്റ്റ് സർവീസ് പരീക്ഷ. അത് സിവിൽ സർവീസിന്റെ സെയിം അപ്ലിക്കേഷൻ ആണ്. അതിന്റെ മെയിൻ പരീക്ഷ സെയിം ആണ്. സിവിൽ സർവീസിന്റെ പരീക്ഷ തന്നെയാണ് മെയിൻ പരീക്ഷയ്ക്ക് ഫോറസ്റ്റ് സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിലിമിനറി പരീക്ഷ സെയിം തന്നെയാണ് രണ്ടിനും. മെയിൻ പരീക്ഷയിൽ മാത്രമാണ് മാറ്റം വരുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ ക്വാളിഫിക്കേഷനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എനി ഡിഗ്രി എന്നുള്ള നിലക്ക് നമുക്ക് സിവിൽ സർവീസിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഇവിടെ കാണുന്ന സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രികൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസിനും അവർക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിലേക്കും അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ അവരുടെ മെയിൻ എക്സാമിന് വ്യത്യാസമുണ്ട്. പേപ്പർ 1 ജനറൽ ഇംഗ്ലീഷ് ആണ്, പേപ്പർ 2 ജനറൽ നോളജ് ആണ്, പേപ്പർ 3, 4, 5, 6 എനി 2 സബ്ജക്ട് ടു ബി സെലക്ടഡ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ദി ഓപ്ഷണൽ സബ്ജക്ട് സെറ്റ് ഔട്ട് ബിൽ. അപ്പോൾ താഴെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന കുറേ ഓപ്ഷണൽ സബ്ജക്റ്റുകൾ, അതിൽ നിന്ന് ഏതെങ്കിലും 2 സബ്ജക്ട് സെലക്ട് ചെയ്യാം. 4 പേപ്പറുകൾ ഉണ്ട്. ഓക്കെ, 1400 ടോട്ടൽ മാർക്ക് വരുന്നത്. ഇതാണ് ഈ IFSന്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. ഇതൊക്കെ അതിന്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ എഞ്ചിനീയറിംഗിന്റെ ആകുമ്പോൾ ചില സബ്ജക്റ്റുകൾ 2 എണ്ണം ചില സബ്ജക്റ്റുകൾ എടുക്കാൻ സാധിക്കില്ല. അഗ്രികൾച്ചർ, കെമിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, ഇതിലേതെങ്കിലും ഒന്നേ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിനും ഇന്റർവ്യൂ ഉണ്ട്, പ്രത്യേക ഇന്റർവ്യൂ ഉണ്ട്. 300 മാർക്കിന്റെ ഇന്റർവ്യൂ ആണ് IFSന് വരുന്നത്. IFS എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുതൽ ടോപ്പ് ലെവലിലുള്ള ഓഫീസർമാരായിട്ട് വരുന്നത്, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും ടോപ്പ് ലെവലുള്ള ഓഫീസർമാരൊക്കെ ആയിട്ട് വരുന്നത് IFSകാരാണ്. അപ്പോൾ സയൻസ് വിഷയത്തിൽ ഡിഗ്രിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിന്റെ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട അതിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇനി പിന്നെ ഇവിടെയുള്ള ഓഡിയൻസിന് പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാം. ഇവിടെ നമ്മുടെ സിജിയുടെ പ്രഗത്ഭരായിട്ടുള്ള മറ്റ് കരിയർ കൗൺസിലർമാരും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് അതിനുള്ള മറുപടികൾ നൽകുന്നതാണ്. അൻവർ സാറുണ്ട്, പിന്നെ അതേപോലെ തന്നെ സക്കരിയ സാറുണ്ട്. സിജിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള മറ്റ് കരിയർ കൗൺസിലർമാരും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചാറ്റ് രൂപത്തിലോ അതല്ലെങ്കിൽ പിന്നെ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഓവർ ടു ഓഡിയൻസ്. സർ, നമുക്ക് ഗൂഗിൾ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഗൂഗിൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ അതിനകത്തേക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ പിന്നെ അവതാരക അത് ചോദിക്കും. നമുക്ക് ഇവിടെയുള്ള നമ്മുടെ കരിയർ കൗൺസിലർമാർ അതിന്റെ മറുപടികൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ചാറ്റ് ഒന്ന് രേഖപ്പെടുത്തും. Okay, sir. First question, where is the entrance exam coaching center? Sorry, entrance coaching centers. കോച്ചിങ് സെന്റേഴ്സ് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇന്ത്യയിൽ കേരളത്തിലുണ്ട്, ഡൽഹി ആസ്ഥാനമായിട്ട് പല മേഖലകളിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ഗവൺമെന്റ് സെക്ടറിലുള്ളതുണ്ട്, സൗജന്യമായിട്ടുള്ളതുണ്ട്, പ്രൈവറ്റ് സെക്ടറിലുള്ളതുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപയോഗപ്പെടുത്താം. ജാമിയ മില്ലിയയിൽ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോംബെയിലുള്ള ഹജ്ജ് സെന്റർ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതേപോലെ എക്സാം ഡേറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് എന്താണ് എക്സാം ഡേറ്റ്, എൻട്രൻസ് എക്സാം ഡേറ്റ്? ഈ വർഷത്തെ പുതിയ ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ ഞാനത് നോട്ട് ചെയ്തിട്ടില്ല ഡേറ്റ്. എന്തായാലും അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 11 വരെ ഈ വർഷത്തെ ഇപ്പോൾ അയക്കാം. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. എക്സാം ഡേറ്റ് നമ്മൾ അൻവർ സാറ് ഒന്ന് പറയാമോ, നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ? അൻവർ സാറ് ഫോട്ടോ കാണുന്നു. സക്കരിയ സാർ, അറിയില്ല. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കിയാൽ കാണാം കേട്ടോ. ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ സർ ഏജ് ലിമിറ്റ് ചോദിച്ചിട്ടുണ്ട്. സർ അത് ഓൾറെഡി പറഞ്ഞതാണ്. ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 32 ഇയേഴ്സ് ആണ്. അതിൽ SC ST ആണെങ്കിലും പിന്നെ 5 ഇയേഴ്സ് കിട്ടും. OBC ആണെങ്കിൽ 3 ഇയേഴ്സും കൂടി അധികം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ജനറൽ സ്റ്റഡീസ് പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പിന്നെ പ്രിലിമിനറി മാത്രമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ വരുന്നത്, മറ്റുള്ളതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. മെയിൻ എക്സാം എല്ലാം ഡിസ്ക്രിപ്റ്റീവ് ആണ്. അടുത്ത 2026 എഴുതുമ്പോൾ ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യണ്ടല്ലോ എന്ന് ചോദിച്ചു. അതായത് UPSCന്റെ രീതി 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഇപ്പം നടത്തി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസർ IDയും പാസ്വേഡും കിട്ടും. അത് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ 2026ന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണ് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 1 ടൈം രജിസ്ട്രേഷൻ ഇപ്പം ചെയ്യാം. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരാളിന് സിവിൽ സർവീസ് ഇനി പഠിച്ചു തുടങ്ങിയാൽ മതിയോ? അതായത് എനി ഡിഗ്രിയാണ് ബിടെക്, പിന്നെ സിവിൽ സർവീസിനുള്ള യോഗ്യത. അപ്പോൾ ബിടെക് ഒരു ഡിഗ്രിയാണ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ അടുത്ത വർഷത്തിന് വേണ്ടി നിങ്ങൾക്ക് നോക്കാം. ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാം.
അതിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഇപ്പം തന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും എന്തായാലും എടുക്കാൻ പറ്റും. പിന്നെ എൻട്രൻസ് എക്സാം നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് അടിച്ചു നോക്കേണ്ടത്? UPSCയുടെ സൈറ്റിലാണ് കയറേണ്ടത്. ഈ പരീക്ഷ നടത്തുന്നത് UPSC ആണ്. അപ്പോൾ UPSCന്റെ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആണ് UPSCന്റെ സിവിൽ സർവീസ് എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൽ പിന്നെ ഒരു 100ഓളം പേജുകൾ കാണാം, PDF പേജുകൾ. അപ്പോൾ അതിൽ കൃത്യമായിട്ട് A to Z കാര്യങ്ങൾ, സിലബസ് അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കും. ഇനി കൂടുതൽ സംശയങ്ങളുള്ള ആളുകൾക്ക് CG ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ട് നേക്ക് മുഖാമുഖം വന്നു കഴിഞ്ഞാൽ കരിയർ കൗൺസിലിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് മാറും. CGയുടെ വെബ്സൈറ്റിൽ കയറുക, പേഴ്സണൽ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള ഒരു അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ടൈം അനുസരിച്ച് അവിടെ വരാവുന്നതാണ്. കൂടുതൽ സംശയങ്ങൾ നേരിട്ട് തീർക്കാവുന്നതാണ്. ഇനി ദൂരെയുള്ള ആളുകളാണെങ്കിൽ ഓൺലൈൻ വഴിയും കൗൺസിലിങ്ങിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. CG കോച്ചിങ് സെന്റർ നടത്തുന്നില്ല. CG നടത്തുന്നത് മാക്സിമം ഗൈഡൻസ് കൊടുക്കലാണ്, അവയർനെസ് കൊടുക്കലാണ്. കുട്ടികൾക്ക് അവിടെ എത്താൻ ആവശ്യമായിട്ട് എല്ലാ സപ്പോർട്ടും CG നൽകുന്നുണ്ട്. അതായത് CG ഡയറക്റ്റ് ആയിട്ട് കോച്ചിങ് കൊടുക്കുന്നില്ല. ധാരാളം സൗജന്യമായിട്ട് നടത്തുന്ന കോച്ചിങ് സെന്ററുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ CGയുടെ വെബ്സൈറ്റിൽ കയറിയാൽ കിട്ടും. CG ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ്. സർ, IFSന് വേണ്ടിയുള്ള റാങ്ക് എത്രയാണ്? റാങ്ക് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കില്ല. എന്നാലും IFS ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഫോറിൻ സർവീസിലൊക്കെ കിട്ടണമെങ്കിൽ സാധാരണഗതിയിൽ നമ്പർ ഓഫ് പോസ്റ്റിംഗ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 100 റാങ്കിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 50 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ വന്നു കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ അത്തരത്തിലുള്ള ടോപ്പ് പോസ്റ്റിലേക്കൊക്കെ വരിക. നമുക്ക് സാധാരണ ഒരു 1000ൻ്റെ ഉള്ളിലാണ് പോസ്റ്റിംഗ് ഉണ്ടാവാറുള്ളത്. ഇപ്പം തന്നെ നമുക്കറിയാം ഈ വർഷത്തത് ഒരു 900 സംതിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ആളുകളുടെ ലിസ്റ്റാണ്, ഒരു 10 ലക്ഷം ആളുകൾ എഴുതിയിട്ട് ഒരു 1000ൻ്റെ ഉള്ളിലുള്ള പിന്നെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതിൽ ടോപ്പിൽ വരുന്ന ഒരു 100, 150ൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ആളുകൾക്കാണ് IAS, IPS, IFS പോലെയുള്ള പോസ്റ്റുകളിലേക്ക് അവർക്ക് പരിഗണന കിട്ടുക. പിന്നെ അതിന്റെ താഴെയുള്ള റാങ്കിൽ വരുന്ന ആളുകൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വേറെയും കുറേ സർവീസുകളുണ്ട്, 24 സർവീസുകളുണ്ട്. ആ ഏതെങ്കിലും ഒരു സർവീസിലേക്ക് അവരുടെ താല്പര്യവും അവർ കൊടുക്കുന്ന ഓപ്ഷൻസ്, താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കണം. അതേപോലെ തന്നെ അവരുടെ റാങ്ക്, അത് രണ്ടും പരിഗണിച്ചുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും സർവീസിലേക്ക് വരാൻ പറ്റും. അപ്പോൾ IFS, IAS, IFS എല്ലാം ഉദ്ദേശിക്കുന്ന കുട്ടികളാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഒരു 100ൻ്റെ ഉള്ളിൽ 50ൻ്റെ ഉള്ളിലൊക്കെ വരാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. സിവിൽ സർവീസ് കോച്ചിങ് കൊടുക്കുന്ന, ഡിഗ്രിയോടൊപ്പം കോച്ചിങ് കൊടുക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ ഫറൂഖ് കോളേജിൽ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ മലപ്പുറത്താണെങ്കിൽ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് സിവിൽ സർവീസിന്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. കാസർഗോഡാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു സ്ഥാപനം അവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. ഒരു പുതിയൊരു കോളേജ് ഉണ്ട്, ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള. അത് കാഞ്ഞങ്ങാടിനടുത്തുള്ള ഒരു സ്ഥലമാണ്, പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അവിടെ സിവിൽ സർവീസ് കുണിയയിലുള്ള കുണിയ ക്യാമ്പസ്, കുണിയ ക്യാമ്പസ് കാഞ്ഞങ്ങാടിന്റെ അടുത്താണ്. നല്ല എല്ലാവിധ സംവിധാനങ്ങളോടുകൂടിയുള്ള ക്യാമ്പസാണ്. അതുപോലെ തന്നെ സാഫി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ അവിടെയും ചില കോളേജുകളിൽ, അല്ല തിരുവനന്തപുരത്തുള്ള കോളേജിന്റെ പേരെന്തായിരുന്നു സാർ? ആർ ഇവാനിയസോ അല്ലെ? തിരുവനന്തപുരത്ത് ഒരു കോളേജ് ഉണ്ട്. നമ്മൾ CCക്ക് നേരിട്ട് പറയാലോ, കോളേജ് അല്ല. അതെ. തിരുവനന്തപുരത്താണെങ്കിൽ സെൻട്രൽ കേരള ഗവൺമെന്റിന്റെ കീഴിൽ തന്നെയുള്ള ഒരു സ്ഥാപനം ഉണ്ട്. അവിടെ ഡിഗ്രിയോടൊപ്പം ഉള്ള കോഴ്സും ഉണ്ട്, അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞവർക്കുള്ളതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പല ജില്ലകളിലായിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും മലപ്പുറത്തും തിരുവനന്തപുരത്തൊക്കെ സംവിധാനങ്ങളുണ്ട്. അത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. പെരിന്തൽമണ്ണ, പെരിന്തൽമണ്ണയിലുണ്ട്. പൊന്നാനിയിലെ ഒരു സബ് സെന്റർ ഉണ്ട്, നമ്മുടെ CCKന്റെ ഒരു സബ് സെന്റർ പൊന്നാനി. നമുക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഗൂഗിൾ ഫോമിൽ ഇതിലും കഴിഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. നമ്മുടെ അവതാരക ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. Any doubt, you can ask your questions. Unmute your mic. സർ, ഒരു ക്വസ്റ്റ്യൻ, IRS എന്താണ്, എങ്ങനെയാണ് എക്സാം? IRS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റവന്യൂ സർവീസ് ആണ്. അതായത് കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, ഇൻകം ടാക്സ്, ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് IRS കാര്യമായിട്ടുണ്ടാകുക.
പ്രധാനമായിട്ട് IRS കിട്ടുന്ന ഒരാൾ പോസ്റ്റിംഗ് വരുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ടാണ്. ഇൻകം ടാക്സിൽ അസിസ്റ്റന്റ് കമ്മീഷണർ, അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസിലെ അസിസ്റ്റന്റ് കമ്മീഷണർ, അതല്ലെങ്കിൽ കസ്റ്റംസ്, ഇതൊക്കെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ കീഴിൽ വരുന്ന റവന്യൂവിലാണ് വരുന്നത്. അതാണ് IRS എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CGL പരീക്ഷ എഴുതിയിട്ട് ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടറും കസ്റ്റംസിൽ ഇൻസ്പെക്ടറും അതേപോലെ തന്നെ സെൻട്രൽ എക്സൈസിൽ ഇൻസ്പെക്ടറായിട്ട് അവർക്കൊരു 5-8 കൊല്ലം കഴിഞ്ഞാൽ വരുന്ന ഒരു പോസ്റ്റാണ്, പ്രൊമോഷനിലൂടെ കിട്ടുന്നതാണ് അസിസ്റ്റന്റ് കമ്മീഷണർ. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്കാണ് നമുക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് IRS കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പോസ്റ്റിലാണ് വരിക ഇൻകം ടാക്സിലൊക്കെ. അപ്പോൾ ഉയർന്ന പോസ്റ്റ് തന്നെയാണ്, ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, സർ IAS എക്സാം എങ്ങനെയാണ് എഴുതുന്നത്? എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ഷഹാന ഷെറിനെ ചോദിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് അവരൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. എങ്ങനെയാണ് എഴുതുന്നത്? എക്സാം IAS എങ്ങനെയാണ് വരുന്നത് എന്നാണ്. എങ്ങനെയാണ് വരുന്നത് IAS എക്സാം എങ്ങനെയാണ് വരുന്നത്? എന്താണ് മനസ്സിലായില്ല, അവരെന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ, ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നേരത്തെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. UPSC വിളിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ആ പരീക്ഷന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൃത്യമായ പ്ലാനിങ്, വളരെ സീരിയസ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു 1-2 കൊല്ലത്തിന്റെ ഉള്ളിൽ നേടിയെടുക്കാവുന്നതാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ധാരണ ഉണ്ട്, ഇത് നമുക്ക് സാധിക്കൂല എന്നുള്ളൊരു ധാരണയാണ്. കാരണം നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഒരു കൾച്ചർ, പ്രത്യേകിച്ച് നാഷണൽ ലെവലിലുള്ള പരീക്ഷകൾ എഴുതുന്ന ഒരു കൾച്ചർ മലയാളികൾക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് CG ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ എല്ലാ ആഴ്ചകളിലും സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തീർച്ചയായും കിട്ടും. IAS പരീക്ഷ എഴുതാനുള്ള യോഗ്യത MA എക്കണോമിക്സ് ആണ്. MA എക്കണോമിക്സ് കഴിഞ്ഞ ആളുകൾക്ക് പ്ലാനിംഗ് കമ്മീഷനിലും അതേപോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക നയ രൂപീകരണ മേഖലകളിലുള്ള ടോപ്പ് ഓഫീസർമാരായിട്ടാണ് പ്രവർത്തിക്കാൻ സാധിക്കുക. നമുക്കറിയാം ഈ വർഷം IAS പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയിരിക്കുന്നത് ഒരു മലയാളി പെൺകുട്ടിയാണ്. അപ്പൊ ആ കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാം. IASൽ ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്ക് എക്കണോമിക്സ് പഠിക്കുന്ന ആളുകൾ നേരത്തെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. റെയിൽവേ സർവീസ് വരുന്നുണ്ട്. അതായത് റെയിൽവേന്റെ സെക്രട്ടേറിയറ്റ് സർവീസിൽ ടോപ്പ് ഓഫീസർമാരായിട്ട് റെയിൽവേയിൽ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് വരുന്നത് UPSC സിവിൽ സർവീസ് പരീക്ഷ വഴി റെയിൽവേ സർവീസിൽ കയറുന്ന ആളുകളാണ്. അപ്പൊ അത് 24 സർവീസ് വരുന്നുണ്ട് UPSC സിവിൽ സർവീസിൽ. അതിൽ ഒരു സർവീസ് റെയിൽവേ സർവീസ് വരുന്നുണ്ട്, റെയിൽവേ ട്രാഫിക് സർവീസ് വരുന്നുണ്ട്. അങ്ങനെ 2-3 സർവീസ് വരുന്നുണ്ട് റെയിൽവേന്റെ. വീണ്ടും ചോദ്യം വന്നിട്ടുണ്ട്, എക്സാം എങ്ങനെയാണ് വരുന്നത്? ഇഫ് ദ റിസർവേഷൻ ഫോർ മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻ പോസ്റ്റിംഗ്. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിംഗിൽ റിസർവേഷൻ ഇല്ല, OBCയിലാണ് ഇവിടെ. നമ്മുടെ നാട്ടിലുള്ള ഈഴവ കമ്മ്യൂണിറ്റിയും ബക്ക്വേർഡ് ഹിന്ദുവും ബക്ക്വേർഡ് ക്രിസ്ത്യനും മുസ്ലിം വിഭാഗങ്ങളൊക്കെ വരുന്നത് OBCയിലാണ്. OBCയിൽ 27% റിസർവേഷൻ ഉണ്ട്. OBC നോൺ ക്രിമിനലിൽ പെട്ട ആളുകളാണെങ്കിൽ OBC റിസർവേഷൻ കിട്ടും. മുസ്ലിം വിഭാഗത്തിന് ഉൾപ്പെടെ അതിനകത്ത് വരും. BA അഫ്സൽ ഉലമ പാസ്സായവർക്ക് സിവിൽ സർവീസ് എഴുതാൻ പറ്റും. കാരണം BA അഫ്സൽ ഉലമ എന്നുള്ളത് ഡിഗ്രിയാണ്, UGC അംഗീകരിച്ച ഡിഗ്രി കോഴ്സിൽ പെട്ടതാണ് BA അഫ്സൽ ഉലമ. നമുക്ക് ഓപ്ഷണൽ സബ്ജക്ട് എടുക്കുന്നതിൽ ഒരു വിഷയം അറബിക് ഉണ്ട്. അറബിക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിവിൽ സർവീസിലേക്ക് വരാം. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് നേരത്തെ സംസാരിച്ച നമ്മുടെ ഷാഹിദ് തിരുവള്ളൂർ, അദ്ദേഹം MA അറബിക്കാണ്. അറബി ഭാഷയിൽ ഉപരിപഠനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം സിവിൽ സർവീസിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായും BA അഫ്സൽ ഉലമ അറബി പാസ്സായവർക്കും സിവിൽ സർവീസിലേക്ക് വരാം. അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു ഡിഗ്രിക്കാരനും അതിലേക്ക് വരാം. കമ്പ്യൂട്ടർ സയൻസ് എടുത്ത IAS എഴുതാൻ പറ്റുമോ? കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി ആണെങ്കിൽ വരാം. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA കമ്പ്യൂട്ടർ സയൻസ്, അതല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ്, എനി ഡിഗ്രി, അതാണ് ക്വാളിഫിക്കേഷൻ. ഏത് വിഷയം എന്നില്ല, എനി ഡിഗ്രിയാണ്. UGC അംഗീകൃതമായിട്ടുള്ള ഒരു ഡിഗ്രി. അത് റെഗുലർ ഡിഗ്രി ആവാം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലെ ഡിഗ്രി ആവാം. എനി ഡിഗ്രി, എനി സബ്ജക്ട്, യു ആർ ക്വാളിഫൈഡ് ഫോർ റൈറ്റ് ദി സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഓക്കെ, എനി ഡൗട്ട്?
You can ask questions or we can conclude. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് 2-3 ആളുകൾക്ക് ഒരു ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു അവസരമുണ്ട്. മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. പെട്ടെന്ന് പറയാം, നമുക്ക് അവസാനിപ്പിക്കാം. 1-2 ആളുകൾ പറയും. നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ പങ്കുവെക്കാം, അഭിപ്രായങ്ങൾ പറയാം, ജെന്യുവിൻ ഫീഡ്ബാക്ക് പറയാം. സിജി എല്ലാ ഞായറാഴ്ചകളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള സജഷൻസ് പറയാം, ഫീഡ്ബാക്ക് പറയാം. ആരെങ്കിലും ഒരാൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ആരുമില്ല. ആരെങ്കിലും ഒരാൾ പറയും. എനിബഡി? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. Students or parents? Anybody? സാർ അന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്നാ കൺക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ. ഓക്കെ സാർ. അപ്പം ഇന്നത്തെ നമ്മുടെ സിവിൽ സർവീസിന്റെ ക്ലാസ് ഇത്രയും നല്ല രീതിയിൽ എടുത്തെന്ന് ആദ്യം തന്നെ റമീസ് സാറിന് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഷാഹിദ് സാർ, സാർ ഇപ്പം ഇതിൽ ലീവ് ചെയ്തിട്ടുണ്ട്. സാറിനും നമ്മുടെ സിജിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ ഒരു പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചകളിലും ഓരോ വ്യത്യസ്ത ടോപ്പിക്കുമായി സിജി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇതേ സെയിം ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിലേക്ക് കയറാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.